അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി മിനിറ്റ്സ്. അപ്പോൾ ഇന്ന് ഞാൻ പുതിയ റെസിപ്പി ഒന്നല്ല, നമ്മുടെ പഴയ റെസിപ്പി തന്നെ, മാമ്പഴ പുളിശ്ശേരി. അന്ന് നമ്മൾ കുറേ മാങ്ങ പൊട്ടിച്ചില്ലേ പറമ്പിൽ പോയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നും കൂടി നമുക്ക് മാമ്പഴ പുളിശ്ശേരി വെക്കാന്ന്. അതെൻ്റെ സ്റ്റൈലല്ലേട്ടാ ഞാൻ വെച്ചിട്ടുള്ളത്. ഞാൻ മറ്റേ സിനിമാ നടി ഊർമിള ഉണ്ണിയില്ലേ, ആള് വെക്കണില്ലേ, അതേപോലെ വെച്ച് നോക്കിയതാ. അപ്പോൾ വെച്ചു, കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ടേസ്റ്റ് നോക്കണ്ട, ആദ്യം ടേസ്റ്റ് നോക്കിയിട്ട് വേണ്ടേ നിങ്ങൾക്ക് വീഡിയോസ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഒഫീഷ്യൽ ടേസ്റ്റ് മേക്കേഴ്സ്, നമ്മുടെ പിള്ളേർ ഇന്ന് സ്കൂളിലല്ലോ, ഇന്ന് ശനിയാഴ്ച അല്ലേ, അപ്പോൾ നമ്മൾ അവരെ കൊണ്ട് തന്നെ ടേസ്റ്റ് ചെയ്യിക്കാൻ പോണത്. അപ്പോൾ അവർ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും. ചോറ് ഞാൻ എത്ര വേണം ചോറ് ഇനി ഞാൻ മാങ്ങിടട്ടെ, കഷ്ണം വേണ്ടേ? ഇവര് ഇതിലുള്ള ഞാൻ കറിവേപ്പിന്റെ ഇല ഇട്ടിട്ടുണ്ട്, പക്ഷെ ഇവര് കറിവേപ്പിന്റെ ഇല ഒന്നും കഴിക്കില്ല, ഇവർക്ക് അതൊന്നും ഇഷ്ടമില്ല. ഇവര് അതൊക്കെ മാറ്റി പറക്കി വെക്കും, കടുക് വരെ അവര് മാറ്റി പറക്കി വെക്കും. മോനെ മാങ്ങിടട്ടെ, ഞാൻ മാങ്ങിടട്ടെ. മാങ്ങ വേണ്ടേ? മാമ്പഴ പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ മാങ്ങീന്, അതിന്റെ ചാറെല്ലാം കഴിക്ക. അപ്പൊ ഞാൻ മാമ്പഴ പുളിശ്ശേരിയുടെ സൈഡിലേക്കായിട്ട് ഞാൻ ചെറുതായിട്ട് കുറച്ച് ചാള വറുത്ത് വെച്ചിട്ടുണ്ട്, മത്തി വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ മത്തി നമുക്ക് ഇവർക്ക് കൊടുക്കാം. ഇവര് മീൻ കഴിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് മുള്ളൊക്കെ മാറ്റിച്ചു കൊടുക്കണം. ഇവർക്ക് ഒറ്റയ്ക്ക് അങ്ങനെ കഴിക്കാനൊന്നും അറിയില്ല കേട്ടാ. കഴിച്ചു നോക്കിയ മാമ്പഴ പുളിശ്ശേരി, കുട്ടിക്ക് ചോറ് കഴിച്ചു നോക്കി എങ്ങനെയുണ്ടെന്നിട്ട് പറഞ്ഞു തന്നിട്ട് മാമ്പഴ പുളിശ്ശേരി ഇട്ടിട്ട് മാമ്പഴ പുളിശ്ശേരി എടുക്ക്, എന്നിട്ട് ഒന്ന് കഴിച്ചു നോക്കിയേ. എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ടാ? എന്തുട്ടായിട്ട് വല്ല രസമുണ്ടാ? എന്തുട്ട് രസമുള്ള പഞ്ചസാര അല്ലാതെ ശർക്കര എന്നിട്ടുള്ളേ. അപ്പൊ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടാ. ചോറും കൂട്ടി സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ? നല്ല മണുണ്ട് കേട്ടാ. നമ്മളെ അന്നത്തെ മാമ്പഴ പുളിശ്ശേരി ഒന്നല്ല ഒന്നും, ഇത് നല്ല മണുണ്ട്. കഴിച്ചു നോക്കട്ടെ, എന്റെ വായില് വെള്ളം വരും, ഞാൻ കഴിച്ചു നോക്കട്ടെ. സൂപ്പർ സൂപ്പർ. അമ്മ നീങ്ങിരിക്കാം. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടാ. ഞാൻ പറയുന്നില്ല അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന്, നിങ്ങൾ വീഡിയോ കാണും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അന്ന് ഞാൻ വെച്ച മാമ്പഴ പുളിശ്ശേരി ഒന്നല്ല ഇതിന്റെ അടുത്ത്. ഇത് നിങ്ങൾ എന്തായാലും വീഡിയോ കാണും, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മാമ്പഴ പുളിശ്ശേരിക്കുള്ള മാങ്ങ ഞാനൊരു ചട്ടിയിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, അതൊന്ന് തിളക്കട്ടെ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് ശർക്കര, നമുക്കിതിൽ പ്രാവശ്യം നമ്മൾ ശർക്കര ഇടുന്നുണ്ട്. നമ്മൾ ഊർമിള ഉണ്ണി സ്പെഷ്യൽ മാമ്പഴ പുളിശ്ശേരി അല്ലേ, അപ്പോൾ ആളതിൽ ശർക്കര ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൽ ശർക്കര ഇടാൻ ശർക്കര ഉരുക്കാം. അപ്പോൾ നമ്മൾ മാമ്പഴ പുളിശ്ശേരിക്ക് ശർക്കര ഉരുക്കാണ് ചെയ്യുന്നത്. ശർക്കര ഉരുക്കുന്നത് എല്ലാവർക്കും അറിയില്ലേ, നമ്മൾ ശർക്കരയിൽ മണ്ണും പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര ഉരുക്കണേ. നേരിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിൽ മണ്ണും കല്ലൊക്കെ കടിക്കും. അപ്പോൾ നമ്മൾ അതിനിട്ട് ശർക്കര ഉരുക്കണത്. അപ്പോൾ നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ഗ്ലാസ്സിന് എടുത്തിട്ടുള്ളത്. ഗ്ലാസ് കണ്ടില്ലേ, ചെറിയ ഗ്ലാസ്സാണ്, സ്റ്റീൽ ഗ്ലാസ്. പ്ലാസ്റ്റിക് ഒന്നും എടുക്കല്ലേട്ടാ, കത്തി പോകും. ശർക്കരപ്പാനി റെഡി, ഗ്ലാസ്സിലാട്ടാ ശർക്കരപ്പാനി. അപ്പോൾ ദേ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്കുള്ള മാങ്ങ ദേ വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ അത്യാവശ്യം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി, ചൂടുള്ള ശർക്കരപ്പാനി ഒഴിക്കാം കേട്ടാ. ശർക്കരപ്പാനി ഒഴിച്ചിട്ട് ഒന്ന് കുറുകട്ടെ. ആ കുറുകയിലേക്ക് നമുക്ക് ഇനി നെയ്യ് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഇതേ മാങ്ങയിൽ നന്നായി കുറുകി വരുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് നെയ്യ് ഒഴിക്കാം. നമുക്കിനി ഇതിലേക്ക് ഒരു എന്താ പറയുക, ഒരു സ്പൂണോളം നെയ്യ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂണാണ് നമുക്ക് ഇഷ്ടമാണ്, എനിക്കിവിടെ നെയ്യ് ഭയങ്കര ഇഷ്ടമാട്ടാ. നമുക്കിതൊന്ന് കുറുകാം, മാങ്ങാനായിട്ട് ഒന്ന് കുറുകട്ടെ കേട്ടാ. ഇനി നമ്മൾ അടച്ചു വെക്കണമെന്നില്ല കേട്ടാ. ഈ കുറുകടയിലേക്ക് നമുക്കിനി അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ അരപ്പിന് ഒരു പിടി നാളികേരം, ഇതിൻ്റെ ഇടയിൽ മഞ്ഞപ്പൊടി ഉണ്ട്, മുളകും പൊടി ഉണ്ട്, ഇത് നമ്മൾ അതിലേക്കിടാം. ഉപ്പിട്ടോളാം കേട്ടാ, അത് നമുക്ക് കറിയിൽ ഉപ്പിടാം ലാസ്റ്റ്, ലേശം മതി. അതൊക്കെ പുളിയില്ലാത്ത കുറച്ച് തൈര് ഞാൻ എടുത്തിട്ടുണ്ട്, അത് നമ്മൾ ഇതിൽ ഒഴിക്കുക. ഇനി ഇതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടാ. നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്കുള്ള മാങ്ങ ദേ നെയ്യിലും ശർക്കരപ്പാനിയിലും ദേ കുളിച്ച് നല്ല കുട്ടപ്പന്മാരായിട്ട് ദേ വെന്ത് കിടക്കണം. ഇനി നമുക്ക് നമ്മളിതിൽ അരപ്പ് നോക്കി നമ്മൾ വെണ്ണ പോലെ നമ്മൾ അരച്ചിട്ടുണ്ട് കേട്ടാ. അമ്മിക്കല്ലുള്ളവർക്കൊക്കെ അമ്മിക്കല്ലിൽ അരയ്ക്കാം, എനിക്കിവിടെ അമ്മിക്കല്ലൊന്നും ഇല്ല. അപ്പം ഞാൻ മിക്സിയിലാണ് അരച്ചത്, നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം. നമുക്ക് ഇതിലേക്ക് നമുക്കൊന്ന് ചുറ്റിച്ച് വെച്ച് കൊടുക്കാം. ചുറ്റി പച്ച
പച്ചപ്പ് ആ അരപ്പിൻ്റെ പച്ചമണക്കില്ലേ അതൊക്കെ ഒന്ന് മാറണ വരെ നമുക്കൊന്ന് ഫ്ലെയിം ഒത്തിരി ലേശം കൂട്ടിയിട്ടിട്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. വല്ലാണ്ട് കുറുക്കണ്ട കേട്ടാ, നമ്മുടെ എന്താ പറയുക കുറുക്ക് പോലെ ആക്കണ്ട, ഒരു ലേശം പൂസാക്കാം. ഈ താളിപ്പിനുള്ള സാധനങ്ങൾ എടുക്കാം. വേണ്ടിയിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി അതൊന്ന് ചൂടാവട്ടെ. അപ്പോൾ അവിടെ പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് നെയ്യ് തന്നെ ഒഴിക്കണം കേട്ടാ, എന്നാലും അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാനിപ്പോൾ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യിലേ വറക്കാൻ പാടുള്ളല്ലോ അതൊന്ന്. ഊർമിള പ്രത്യേകം പറയുന്നുണ്ട് നെയ്യിലാണ് വറക്കേണ്ടത്. അതുപോലെ നമ്മൾ കടുകും ഉലുവയും വറ്റൽമുളകാണ് ഇപ്പോൾ ചേർക്കാൻ പോണത് കേട്ടോ. ആദ്യം നമുക്ക് കടുക് ചേർക്കാം. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടട്ടെ കേട്ടോ. കടുക് പൊട്ടി കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് വറ്റൽമുളക് ഇടാം. വറ്റൽമുളകിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് ഉലുവ ഇടാം. ഓക്കെ, നമ്മുടെ താളിപ്പ് ശരിയായിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്തു. നമ്മളെ ഇതിലേക്ക് ഒഴിക്കട്ടെ താളിപ്പ്. ഹായ്, നല്ല മണം. നെയ്യിൽ വറുക്കല്ലേ, നല്ലൊരു മണം. നമുക്കിതിനൊന്ന് ഇളക്കാം ലേശം. അപ്പം നമ്മൾ താളിച്ചൊഴിച്ചില്ലേ, താളിച്ചൊഴിച്ചിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇടാം. കുറച്ചല്ല, ഇതിപ്പോൾ കൂടിപ്പോയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, ഒരു മണം ഒരു രസമൊക്കെ അല്ല അതിന്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല, നമ്മൾ പിള്ളേർക്ക് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ പോകുന്നു കേട്ടോ. അപ്പോൾ ഊർമിളാവിനെ ഇൻസ്പയർഡ് മാമ്പഴ പുളിശ്ശേരി ആയിട്ട് ആരും മറക്കരുത്, കാണാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരാം.